ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യണമെന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങളാരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നന്നായിട്ട് ഇഷ്ടപ്പെടും. ചിക്കൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് നമ്മുടെ ഉമ്മുക്കുൽസു. ഉമ്മുക്കുൽസു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതുകൊണ്ടാണ് നമ്മളും ആ പേര് തന്നെ ഇടുന്നത്. അപ്പോൾ എല്ലാവരുടെയും വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഉമ്മുക്കുൽസുവിനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ മസാലപ്പൊടി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആദ്യം നോക്കാം. നമ്മളിപ്പോൾ 7 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട്, 1.5 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ തന്നെ മല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മസാലയിലേക്ക് ചേർക്കാനും ഈ പൊടികളിലേക്ക് അരയ്ക്കാൻ ചേർക്കാനും എല്ലാമായിട്ട് ഒരു ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 4 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ അളവ് തീരുമാനിക്കാം. ഞാനിപ്പോൾ ഇത്രയാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്കായിട്ട് 2 പച്ചമുളക്, ഒരു തക്കാളിയുടെ 1/4 ഭാഗം വേണം, ഒരു സവോളയുടെ പകുതി വേണം, കുറച്ച് മല്ലിയില വേണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ മസാലകളൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ചേർത്ത് അരച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഞാനിതെല്ലാം ചേർത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് നമ്മുടെ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കാം. നമ്മുടെ കുരുമുളകാണ് ഞാൻ ആദ്യം ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർക്കാം കേട്ടോ. പിന്നെ കുരുമുളക് പൊടി വേണമെങ്കിൽ പൊടി ചേർക്കാം, പക്ഷെ കുരുമുളക് മുഴുവനെ ചേർക്കുമ്പോഴായിരിക്കും ടേസ്റ്റ് കൂടുതൽ. ഇതിലേക്ക് നമ്മുടെ ജീരകം, അതുപോലെ തന്നെ വറ്റൽമുളക് എല്ലാം ചേർക്കാം. മല്ലിപ്പൊടിയും പൊടിയായിട്ട് ചേർക്കാം, പക്ഷെ മല്ലി മുഴുവനായിട്ട് ചേർക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളെല്ലാം മുഴുവനായിട്ട് ചേർക്കുന്നത്. ഇതെല്ലാം ഒന്ന് ചൂടായി വരട്ടെ. ഒരുപാടങ്ങ് മൂപ്പ് കൂടി പോകണ്ട, ഒന്ന് ലൈറ്റായിട്ട് ചൂടായി കളറൊന്ന് മാറി വന്നാൽ മതി. അപ്പോൾ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. മുഴുവൻ മല്ലിയാണ് ചേർക്കുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂൺ മല്ലി ചേർക്കാം. അത് നിങ്ങളുടെ കയ്യിലുള്ള മല്ലിപ്പൊടിയാണോ മല്ലിയാണോ ഉള്ളതെന്നനുസരിച്ച് ചേർക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്കിനി പൊടികൾ ചേർക്കാനുണ്ട്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കാനുണ്ട്. മുളക് പൊടി ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മുളക് പൊടി ചേർക്കുന്നത്. അത് ഇതൊന്ന് ചൂടായി വരുമ്പോൾ ചേർത്ത് കൊടുക്കണം. ജീരകമൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മുളകും മല്ലിയും എല്ലാം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഈ മുളക് മാത്രം ഇതിൽ നിന്നൊന്ന് മാറ്റി വയ്ക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ മുളകിൻ്റെ ആ തണ്ട് മാറ്റാനുള്ളതാണ് നമുക്ക്. അതുകൊണ്ടാണ് ഞാൻ മുളക് മാറ്റുന്നത്. ഇതിലേക്ക് ഇനി നമുക്ക് പൊടികൾ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പൊടികളും കൂടി ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം എല്ലാം ചേർത്തിട്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ മാത്രം 1.5 ടീസ്പൂൺ ചേർക്കുക. എരിവുള്ള മുളക് പൊടി ആണെങ്കിൽ 3/4 ടീസ്പൂൺ ചേർക്കുക. ഞാൻ ഫ്ലെയിം കുറച്ചാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുക. ഈ മഞ്ഞൾപ്പൊടിയുടെ മുളക് പൊടിയുടെ റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നത് വരെ 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ജീരകമൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ പൊടികൾ കരിഞ്ഞു പോകും. ബാക്കിയുള്ള മസാലയൊക്കെ കുക്കായതാണ്. അപ്പോൾ നമ്മുടെ പൊടികൾ കുക്കായി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം അരയ്ക്കാൻ പോകുന്നത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. ഇതൊന്ന് നന്നായിട്ട് ചതഞ്ഞ് കിട്ടിയാൽ മതി, അരഞ്ഞ് വരണമെന്നില്ല. ഇത് അരച്ച് മാറ്റിയിട്ട് നമുക്ക് ബാക്കിയുള്ള പൊടികൾ ചേർത്ത് അരച്ചെടുക്കാം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലയും കൂടി ചേർത്ത് അരച്ചെടുക്കാം. ഇത് ആദ്യം അരയ്ക്കട്ടെ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് 2 മസാലയ്ക്ക് വേണ്ടിയിട്ടും ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ 2ആയിട്ട് അരച്ചെടുക്കുന്നത്. ഇല്ലെങ്കിൽ ഒരുമിച്ച് തന്നെ അരച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ മിക്സിയിൽ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ മാറ്റി വെച്ചു. ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ചേർക്കാം. അതുപോലെ തന്നെ നമ്മൾ ചൂടാക്കി എടുത്ത് വെച്ചിരിക്കുന്ന മസാലകളും ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മളൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ തക്കാളിയും മല്ലിയിലയും എല്ലാം ചേർക്കണം. ഇതൊന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് തക്കാളിയൊക്കെ ചേർത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലകൾ നമ്മളൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും, 1-1.5 ടേബിൾ സ്പൂൺ ചേർക്കാം കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇഷ്ടമാണെന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 2 പച്ചമുളക്,
നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളിയുടെ ഒരു 1/4 ഭാഗം ചേർക്കുക. 1/4 ഭാഗം മതി. ഒന്ന് ചെറുതായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവോളയുടെ പകുതി. ചെറിയ സവോളയാണ്, വലിയ സവോളയല്ല. വലിയ സവോളയാണെങ്കിൽ 1/4 ഭാഗം മതി. ചെറുതായതുകൊണ്ടാണ് ഞാനിപ്പോൾ പകുതി ചേർക്കുന്നത്. അതുപോലെ തന്നെ ഇതുപോലെ പിടിക്കുമ്പോൾ ഒരു പിടി മല്ലിയില. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, നമ്മുടെ ചിക്കന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഒരുമിച്ച് ചേർത്ത് കൊടുക്കാം നമുക്ക്. പിന്നെ ഒരു 2 ടീസ്പൂൺ വിനീഗർ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ചേർക്കാം. ഞാനിപ്പോൾ വിനീഗറാണ് ചേർക്കുന്നത്. ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അരഞ്ഞു വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ മസാല അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കേട്ടോ. 1-2 ടീസ്പൂൺ വെള്ളവും കൂടി ചേർത്താണ് അരച്ചെടുത്തത്. ഇനി നമുക്ക് നമ്മുടെ ചിക്കനിലേക്ക് ഈ മസാല തേച്ച് പിടിപ്പിക്കാം. ചിക്കൻ ഇതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. 2 സൈഡും ഒരുപോലെ വരഞ്ഞെടുക്കണം. അപ്പോഴേ നമ്മുടെ മസാല ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ചു വരുള്ളൂ. ഇനി നമുക്ക് ഈ മസാല ചിക്കനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ചിക്കൻ്റെ 2 സൈഡിലും ചിക്കൻ്റെ ഉൾഭാഗത്തും ഒക്കെ മസാല അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ വരഞ്ഞു കൊടുക്കുന്നത് മസാല ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കാനാണ്. ഇല്ലെങ്കിൽ ചിക്കനിലേക്ക് മസാല നന്നായിട്ട് പിടിച്ചു വരില്ല. അപ്പോൾ ചിക്കൻ്റെ കഴുത്ത് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഇതുപോലെ കഴുത്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഒരു മുട്ട വെച്ച് കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ കഴുത്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത്. ചിക്കനെ നന്നായി തേച്ച് മസാലയൊക്കെ തേച്ച് പുരട്ടി കുളിപ്പിച്ചെടുക്കുക. അപ്പോഴാണ് നമ്മുടെ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. കയ്യിലും കാലിലും ഒക്കെ നന്നായിട്ട് മസാല പിടിച്ചു വരണം. അതുപോലെ തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക. ഇപ്പം നല്ലൊരു മണമാണ് കേട്ടോ ഈ ഒരു മസാലയ്ക്കുള്ളത്. ആ മല്ലിയും എല്ലാം കൂടി ചേരുമ്പോൾ നല്ലൊരു മണമാണ്. ജീരകം 2ഉം. അത് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ മണമൊക്കെ. ഇത് ഞാൻ പറയുമ്പോൾ ഇതിലൂടെ നമ്മുടെ വീഡിയോയിൽ കൂടി സ്മെല്ലൊന്നും കിട്ടില്ലല്ലോ. പറയുമ്പോൾ അറിയാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ചിക്കൻ്റെ ഉൾഭാഗത്തേക്ക് നമുക്ക് നന്നായിട്ട് മസാല തേച്ച് കൊടുക്കാം. ചിക്കൻ്റെ ഉൾഭാഗത്ത് നിങ്ങൾക്ക് മസാല ഫില്ല് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഫില്ല് ചെയ്യാതെ തന്നെ പൊരിച്ചെടുക്കാം. ഞാനിപ്പോൾ മസാലയും മുട്ടയൊക്കെ ഫില്ല് ചെയ്തിട്ടാണ് പൊരിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് കൂടും നമ്മുടെ ചിക്കന് മസാലയൊക്കെ ഫില്ല് ചെയ്തിട്ട് പൊരിച്ചെടുക്കുമ്പോൾ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. കൂടുതൽ സമയം എടുക്കുമെന്നുണ്ടെങ്കിൽ മസാല ഇല്ലെങ്കിലും കുഴപ്പമില്ല. മസാല ഉണ്ടെങ്കിൽ നമുക്കത് മസാലയും കൂടി ചേർത്ത് കഴിക്കാൻ പറ്റും. അപ്പോൾ ചിക്കനിലേക്ക് നമ്മൾ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം. ഈ മസാല ഒന്ന് ചിക്കനിലേക്ക് വേഗം പിടിച്ചു വരാനാണ് നമ്മൾ 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാൻ പോകുന്നത്. ഈ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട മസാല റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ചിക്കനെ നമുക്ക് എഴുന്നേൽപ്പിച്ച് ഇതുപോലെ ഇരുത്താൻ പാകത്തിൽ വേണം നമ്മൾ റെഡിയാക്കിയെടുക്കാൻ. ഇതുപോലെ ഇരിക്കണം നമ്മുടെ ചിക്കൻ. അപ്പോൾ ഇരുത്തി ആദ്യമേ ശീലിപ്പിക്കുക. ഇരുത്തി മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ എടുത്ത മസാല മുഴുവനും എടുത്തു കഴിഞ്ഞു കേട്ടോ. ഇനി മസാലയൊന്നുമില്ല ബാക്കി. നമ്മളെടുത്തത് കറക്റ്റ് അളവിലാണ്. ഈ ഒരു ചിക്കൻ്റെ വലിപ്പത്തിൽ ഇത് എത്ര 2,300 ഉണ്ട് ഈ ചിക്കൻ. അപ്പോൾ ഈ ഒരു ചിക്കൻ്റെ വലിപ്പത്തിലേക്ക് ഞാൻ ഈ പറഞ്ഞ അളവുകളെല്ലാം കറക്റ്റാണ്. നിങ്ങളെടുക്കുന്ന ചിക്കൻ ചെറുതാണെന്നുണ്ടെങ്കിൽ കുറച്ച് മസാല കുറച്ചെടുക്കുക. കൂടുതൽ വലിയ ചിക്കനാണെന്നുണ്ടെങ്കിൽ മസാല കൂടുതൽ എടുക്കുക. അപ്പോൾ ഞാൻ ഈ ചിക്കനെ ഒന്ന് കിടത്തി വയ്ക്കട്ടെ. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. 1/2 മണിക്കൂർ കഴിയുമ്പോൾ എടുക്കാം. ഈ സമയത്ത് നമുക്ക് നമ്മുടെ മസാലയും കൂടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഫില്ലിങ്ങിനുള്ള മസാലയ്ക്കായിട്ട് ഒരു 3 മീഡിയം വലിപ്പത്തിലുള്ള സവാള അല്ലെങ്കിൽ 4 ചെറിയ സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ എടുത്തു വെച്ചിരുന്ന തക്കാളിയുടെ 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഫില്ലിങ് റെഡിയാക്കാം. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ചേർക്കാം.
ഇതൊന്ന് നന്നായിട്ട് ബ്രൗൺ കളറായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി സവോള ഒന്ന് ബ്രൗൺ ആയി വരട്ടെ. അതുവരെ വേറെ ഒന്നും നമുക്ക് ചേർക്കാനില്ല, അത് കഴിഞ്ഞിട്ട് ഇനി ചേർക്കാനുള്ളൂ. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഒന്ന് ബ്രൗൺ ഷെയ്ഡായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഈ പൊടികളുടെ റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ മുട്ടയൊക്കെ ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മസാല നേരത്തെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഉടനെ തന്നെ ഫില്ലിംഗ് റെഡിയാക്കി എല്ലാം വേഗം തന്നെ റെഡിയാക്കി എടുക്കാം. അതുകൊണ്ടാണ് നമ്മൾ വേഗം തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഈ മസാല റെഡിയാക്കി എടുക്കുന്നത്. ഇതിലേക്ക് കറിവേപ്പിലയൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാൻ ചേർക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇപ്പോൾ മല്ലിയിലയോ കറിവേപ്പിലയോ ചേർത്ത് കൊടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. ഈ തക്കാളി നന്നായിട്ടൊന്ന് കുക്കായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. നമുക്ക് ഒരുപാട് മസാല വേണ്ട, കുറച്ച് മസാല മതി. എന്താണെന്ന് വെച്ചാൽ ചിക്കൻ്റെ ഉള്ളിൽ കൊള്ളാവുന്ന ചെറിയൊരു ക്വാണ്ടിറ്റിയല്ലേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇനി തക്കാളി ഒന്ന് നന്നായിട്ട് കുക്കായി ഉടഞ്ഞ് വരട്ടെ. അതുവരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി നമ്മുടെ ചിക്കൻ നമുക്ക് കുക്കറിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ നമുക്ക് പതുക്കെ എടുത്ത് നമ്മുടെ കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഒരു വിസിൽ വരുമ്പോൾ ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ആ പ്രഷർ കംപ്ലീറ്റ് റിലീസ് ചെയ്ത് നമുക്ക് കുക്കർ തുറക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഓവർ കുക്കായി പോകരുത്. അതുകൊണ്ടാണ് ഒരു വിസിൽ വരുന്നത് വരെ എന്ന് പറഞ്ഞത്. ഓവർ കുക്കായിട്ടുണ്ടെങ്കിൽ കാലൊക്കെ വിട്ടു പോകും. അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ കുക്കർ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിനി ഇത് തുറക്കാം. ആ ചിക്കൻ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ചിക്കൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ ചിക്കൻ നമ്മൾ ഓയിലിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പതുക്കെ ഓരോ സൈഡും തിരിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഈ സൈഡൊന്ന് കുക്കായി വരട്ടെ. അതിന് ശേഷം നമുക്ക് ഓരോ സൈഡിലേക്കായിട്ട് തിരിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു സൈഡ് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത സൈഡിലേക്ക് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം. ഇത് എണ്ണയിൽ കിടക്കുമ്പോൾ ചിക്കൻ പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നമ്മൾ അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കണം. ഇനി ഈ സൈഡും ഒന്ന് കുക്കായി വരട്ടെ. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ്റെ സൈഡ്സൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം. ഈ രണ്ട് സൈഡും ഒന്ന് ചരിച്ച് വെച്ച് കൊടുക്കണം. അപ്പോൾ പൊരിഞ്ഞ് വരും. അപ്പോൾ നമ്മുടെ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ല് ചെയ്യാനായിട്ട് തിരിച്ച് വെക്കണം. അപ്പോൾ നല്ല ചൂടാണ്. ഞാനൊന്ന് തിരിച്ച് വെക്കട്ടെ. അപ്പോൾ നമുക്ക് ഫില്ല് ചെയ്ത് തുടങ്ങാം. ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം ഒരു മുട്ടയാണ് വെച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കുറച്ച് മസാല, നന്നായിട്ട് ഉള്ളിലേക്ക് നീക്കി വെച്ച് കൊടുക്കണം. ചൂടുള്ളതാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പതുക്കെ വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് അടുത്ത മുട്ടയും വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് മസാലയും കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഈ മുട്ട ഒന്ന് കവർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മസാല വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് വെക്കാം. എന്നിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. തലയൊക്കെ വെച്ച് കൊടുക്കണ്ടേ നമ്മുടെ കോഴിക്കുട്ടിക്ക്. അപ്പോൾ തലയൊക്കെ വെച്ച് കൊടുക്കാം. വേറെ പ്ലേറ്റ് എടുക്കട്ടെ. അപ്പോൾ നമ്മൾ വേറെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ എടുത്ത് നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഇരുത്താം.
ഇരുത്തിയതിന് ശേഷം നമുക്കിനി തല വെച്ച് കൊടുക്കണം. ഇത് ഇതിനകത്ത് ആദ്യം കുത്തി ഇറക്കിയിട്ട് അപ്പോൾ നമ്മളൊരു മുട്ടയിൽ നമ്മുടെ ഗ്രാമ്പൂ ഒക്കെ വെച്ചിട്ട് കണ്ണൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ടൂത്ത് പിക്ക് അല്ലെങ്കിൽ ഒരു സ്ക്യൂവർ എടുത്തിട്ട് ചിക്കനിലേക്ക് കുത്തിയതിന് ശേഷം നമ്മൾ ഇതുപോലെ മുട്ട ഇതുപോലെ ഗ്രാമ്പു വെച്ച് കണ്ണും അതുപോലെ ക്യാരറ്റ് വെച്ച് ചുണ്ടും കടുക് ഉപയോഗിച്ച് നമ്മുടെ ക്യാരറ്റ് വെച്ച് മൂക്കും കടുക് ഉപയോഗിച്ച് ചുണ്ടും ഒക്കെ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കന് ഒരു തട്ടൊക്കെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഒന്ന് താഴെ ഗാർണിഷ് ചെയ്യണം. അതൊക്കെ നമുക്ക് ചെയ്യാം. ആയുർവേദ വൈദ്യൻ്റെ അടുത്ത് ഒഴിച്ചിലും പിഴിച്ചിലേക്ക് പോയിട്ട് ആയുർവേദ മരുന്നൊക്കെ തേച്ച് കുളിക്കാതിരിക്കുന്ന പോലെ ഉണ്ട്. പിന്നെ നമുക്ക് തട്ടം വെച്ച് കൊടുക്കാം. തട്ടം കിച്ചൂസ് ഒരു അലുമിനിയം ഫോയിൽ ഉപയോഗിച്ച് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ ഈ തട്ടം ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമ്മുടെ ചിക്കൻ കുറച്ച് വലിപ്പം കൂടുതലായി പോയിട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ വേപ്പില കൊണ്ട് മാലയൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ഉമ്മുക്കുൽസുവിനെ. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ ഒരു റെസിപ്പി എളുപ്പമാണോ ഉണ്ടാക്കാൻ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും ഇതുപോലെയൊക്കെ ചിക്കൻ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും ഇഷ്ടം തന്നെ ആയിരിക്കും. ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഇഷ്ടമായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഈ ചിക്കൻ ഇത്തിരി വലിപ്പം കൂടുതലായതുകൊണ്ട് മര്യാദയ്ക്ക് ഇരിക്കുന്നില്ല കേട്ടോ. ഞാൻ ഇരുത്തിയിട്ട് അത് ഇങ്ങനെ മുന്നിലേക്ക് മറിഞ്ഞു വരികയാണ് വെയിറ്റ് കൂടുതലായതുകൊണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിടിച്ചു കൊടുക്കുന്നത് അതാണ്. ഇടയ്ക്ക് ഇങ്ങോട്ട് മുന്നിലേക്ക് ആഞ്ഞു വരും വീഴാൻ പാകത്തിലായിട്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പിടിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഉറപ്പായിട്ടും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി തരാം. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.